السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരീ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവന്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മൗലികമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നതുവരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പരലോകമോക്ഷമാണ്. കാരണം ഈ ലോകത്തെ ജീവിതം ഏത് സമയത്തും അവസാനിക്കുമെന്നും അവസാനിക്കാത്ത ലോകത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അവിടെ സ്വർഗം ലഭിക്കുകയും അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുക എന്ന മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന വിഷയ സംബന്ധമായാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് നിരന്തരമായി പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ ഈ ലോകത്തോട് ഏത് സമയത്തും വിട പറയേണ്ടവരാണ്. വിട പറഞ്ഞാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ആർക്കാണോ സ്വർഗം ലഭിക്കുന്നത്, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അവരാണ് വിജയികൾ. ഈ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച അനുഗ്രഹമായ സ്വർഗം, ആ സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും സ്വർഗത്തെപ്പറ്റി വിശദീകരിച്ച ആയത്തുകളും ഹദീസുകളുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു, സ്വർഗമെന്ന് പറയുന്നത് സത്യമാണ്, നരകമെന്ന് പറയുന്നതും സത്യമാണ്. വഅന്നന്നാറ ഹഖ്ഖുൻ വഅന്നൽ ജന്നത ഹഖ്ഖുൻ. സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സ്വർഗം. സ്വർഗം വിവരണാതീതവും ഭാവനാതീതവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ, ഹദീസിന്റെ സുന്ദരമായ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത് കാണാം. അഅദത്തു ലിഇബാദിയസ് സ്വാലിഹീൻ, എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തിരിക്കുന്നത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്, വലാ ഉദ്നുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതാണ്, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ മനസ്സിലും ഇന്നുവരെ ചിന്തിക്കാനോ ഭാവനയിലോ കൊണ്ടുവരാൻ സാധിക്കാത്തതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി. ഏതാ ആയത്ത്? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാൻ, ഒരു മനുഷ്യനും അറിയുകയില്ല എന്ത്? നാം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങളെ ഒരാൾക്കും അറിയുകയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി ഞാൻ അവർക്ക് ഒരുക്കി വെച്ചതിനെ ഒരാൾക്കും അറിയില്ല. അത്രയും അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചത്. അത് ഭൗതികമായ വിഭവങ്ങളെ അപേക്ഷിച്ച് ഉന്നതമാണ്. ഒരിക്കലും താരതമ്യപ്പെടുത്താനോ സ്വർഗീയ അനുഗ്രഹങ്ങളോട് തുലനം ചെയ്യാനോ ഒരിക്കലും സാധ്യമല്ല സഹോദരങ്ങളെ. ഭൗതിക വിഭവങ്ങൾ ഈ സ്വർഗീയ അനുഗ്രഹങ്ങളുമായി നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഭൗതിക വിഭവങ്ങൾ അത് നിസ്സാരമാണ്, അത് വളരെ ദുർബലമാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ഹദീസ് മാത്രം പഠിച്ചാൽ മതി. സ്വർഗത്തിന്റെ വിശാലതയും സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ ബാഹുല്യവും അതിന്റെ ഗൗരവവും നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അള്ളാന്റെ റസൂൽ പറയാൻ, സ്വർഗത്തിൽ ഒരു ചാട്ടവാള് വെക്കാനുള്ള സ്ഥലം, സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലം ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, അത് ദുനിയാവിനേക്കാളും അതിനുള്ളതിനേക്കാളും ഉത്തമമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതമാണ് സഹോദരങ്ങളെ ആ സ്വർഗം. സ്വർഗത്തിനെ പറ്റി പറയുന്ന പേരുകൾ എത്രയാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അനവധി പേരുകൾ സ്വർഗത്തിന് കാണാം. ജന്നത്തുൽ ഫിർദൗസ് എന്നും ജന്നത്തെന്നും ജന്നത്തുൽ നഈം എന്നും ജന്നത്തു അദിൻ എന്നും ജന്നത്തുൽ മഅവാ എന്നും ജന്നത്തുൽ ഖുൽദ് എന്നും ദാറുസ്സലാം എന്നൊക്കെ സ്വർഗത്തിന് പേര് നൽകിയതായി വിളിക്കപ്പെട്ടതായി വിശുദ്ധ ഖുർആനിലും ഹദീസിലും കാണാം. ഖുർആൻ പറഞ്ഞില്ലേ, ലഹും ദാറുസ്സലാം ലഹും ദാറുസ്സലാമു ഇൻദ റബ്ബിഹിം, അവർക്ക് റബ്ബിന്റെ അടുക്കൽ ദാറുസ്സലാമുണ്ട്. വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹ് പറയാൻ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ദാറുസ്സലാമുണ്ട്, അഥവാ സമാധാനത്തിന്റെ ഗേഹമുണ്ട്. അങ്ങനെ അനവധി പേരുകൾ സ്വർഗത്തിനുണ്ട്. സ്വർഗം എന്ന വിഷയം പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി സഹോദരങ്ങളെ, സ്വർഗം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വർഗം സ്ഥിതി ചെയ്യുന്നത് വാനങ്ങൾക്കുപരിയിലാണ്. മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശാരോഹണം നടത്തിയ വിഷയം ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാം. അന്ന് സിദറത്തുൽ മുൻതഹ കണ്ടതും സ്വർഗം കണ്ടതിനെ കുറിച്ചും ഹദീസുകളിൽ വന്ന പ്രയോഗം നമുക്ക് കാണാം. എന്താണ്? വലക്കത് റആഹു നസ്ലത്തൻ നുഹ്റ,
അതേപോലെ തന്നെ വലക്കത് റആഹു നസിലത്തൻ ഉഖ്റ, മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം മലക്കിനെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ മലക്കിനെ കണ്ടത്? ഇൻദ സിദ്റത്തുൽ മുൻതഹ, അത് സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചാണ് മലക്കിനെ കണ്ടത്. അടുത്തെന്തറിയോ? ഇൻദഹ ജന്നത്തുൽ മഅ്വ, അതിന്റെ അടുക്കലാണ് സ്വർഗം. ഏത്? അതിന്റെ അടുക്കലാണ് മനുഷ്യർക്ക് താമസിക്കാനുള്ള സ്വർഗമുള്ളത്. അപ്പൊ സ്വർഗം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് വാനങ്ങൾക്കുപരിയിലാണ് എന്നും വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗവും നരകവും യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ്. സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? ഇനി അതല്ല, അത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൃഷ്ടിക്കുകയാണോ ചെയ്യുക? ഈ വിഷയത്തിൽ പലരും പല രൂപത്തിലുള്ള വിശ്വാസമാണ് വെച്ചു പുലർത്തുന്നത്. എന്നാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം സ്വർഗവും നരകവും മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഖദരിയാക്കളും മുഅ്തസിലിയാക്കളും പറയുന്നത് യഥാർത്ഥത്തിൽ സ്വർഗവും നരകവും ഒക്കെ അന്ത്യനാളിലാണ് സൃഷ്ടിക്കുക എന്നാണ്. എന്നാൽ ഇത് വിശുദ്ധ ഖുർആനിനും ഹദീസുകൾക്കും എതിരാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ആല ഇംറാനിലെ 133 വചനത്തിലൂടെ അല്ലാഹു പറയാ, ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗമെന്ന് പറയുന്നത് മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്, മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ഏത്? സ്വർഗം. അപ്പൊ ഒരുക്കി വെച്ച് കഴിഞ്ഞതാണ് ഏത്? സ്വർഗം. അപ്പൊ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗം പരലോകത്ത് സൃഷ്ടിക്കപ്പെടുകയല്ല, മറിച്ച് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് എന്താ? വിശ്വാസികളോട് പറയാൻ, വിശ്വാസികളോട് റസൂലുള്ളാഹി പറയാ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവർ തന്നെയാണ് സത്യം. ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ട കാര്യങ്ങളെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലളഹിത്തും ഖലീലൻ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും നിങ്ങൾ ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ. അപ്പോ സ്വഹാബികൾ ചോദിച്ചു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് കണ്ടതെന്താണ്? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗമാണ് കണ്ടത്, അതേപോലെ തന്നെ ഞാൻ നരകവും കണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായി കരയുകയും നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. സഹാബികൾ ഉടനെ തന്നെ ചോദിച്ചു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ എന്താണ് കണ്ടത്? ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന എന്താ അറിയോ? റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. അഥവാ സ്വർഗവും നരകവും കാണണമെങ്കിൽ സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെടണ്ടേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള വിശ്വാസം സ്വർഗവും നരകവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പേ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് സ്വർഗത്തിന്റെ അനുഭൂതികൾ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഏത് ബർസഹിയായ ജീവിതത്തിൽ പോലും അനുഭവിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നമുക്ക് കാണാം. ഇതാ മാത്രം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ഖബറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാത്തി വൽ അശീ, അവന് രാവിലെയും വൈകുന്നേരവും സ്വർഗം ഇങ്ങനെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കും. ഏത്? ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനിൽ പെട്ടവനാണെങ്കിൽ അവന് സ്വർഗത്തിന്റെ അനുഭൂതികൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി പറയാ. വ ഇൻ കാന മിൻ അഹ്ലിൻ നാർ, ഇനി അവൻ നരകക്കാരനിൽ പെട്ടവനാണെങ്കിൽ ഫമിൻ അഹ്ലിൻ നാർ, അവനിങ്ങനെ നരകവും അവന് നരകത്തിലെ പ്രയാസങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നതാ. ഫയുഖാലു, എന്നിട്ട് പറയപ്പെടും, ഹാദാ മഖഅദുക, ഇതാണ് നിന്റെ സ്ഥാനം, ഹത്താ യബ്അസകല്ലാഹ്, നാളെ പരലോകത്ത് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ, നാളെ പരലോകത്ത് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരെ നിന്റെ സ്ഥാനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയോ സ്വർഗത്തിന്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, സ്വർഗത്തിന് കവാടങ്ങളുണ്ട്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? റസൂലുള്ളാഹി പറയാൻ, സ്വർഗത്തിലെ ഒരു വാതിലിന്റെ 2 വാതിൽ പൊളികൾക്കിടയിലുള്ള ദൂരം എത്രയെന്നറിയോ?
അത് കേൾക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ അനുഗ്രഹം നമുക്ക്, ആ സ്വർഗത്തിന്റെ വലിപ്പവും സ്വർഗത്തിന്റെ മഹാത്മ്യവും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ ഹദീസിലൂടെ പറയാൻ എന്താ പറഞ്ഞെന്നറിയോ? വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്ന മാ ബൈനൽ മിസ്റാഇനി മിൻ മസാരിഇൽ ജന്ന, സ്വർഗത്തിന്റെ 2 വാതിൽ കട്ടിലുകൾക്കിടയിലുള്ള ദൂരം അത് എത്രയെന്നറിയും? കമാ ബൈന മക്കത്തിൻ വ ബുസ്റ, അത് മക്കയുടെയും ബുസ്റയുടെയും ഇടയിലുള്ള വഴിദൂരമാണ്. ബുസ്റ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബഹ്റൈനാണ്. അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ദൂരമാണ്, 2 വാതിൽ പൊളികൾക്കിടയിലുള്ള ദൂരമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ വേറെ ഹദീസിൽ കാണാം, വലക്കത് ദുഃഖിറലന, ഞങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്നമാ ബൈന മിസ്റായീൻ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നമാ ബൈന മിസ്റായീൻ മിൻ മസാരിഇൽ ജന്ന, സ്വർഗത്തിന്റെ 2 വാതിൽ പൊളികൾക്കിടയിലുള്ള ദൂരം എത്രയാണെന്നറിയോ? മസീറത 40 സന, അത് 40 വർഷത്തെ വൈദൂരമാ. 2 വാതിൽ പൊളികൾക്കിടയിലുള്ള ദൂരത്തിനെന്നറിയോ? 40 വർഷത്തെ വഴിദൂരം എന്ന് റസൂലുള്ള പറയാൻ. വല്യഅതിയന്ന അലൈഹാ യൗമുൻ വഹുവ ഖലീലുൻ മിനസ്സഹാം, ആ സ്വർഗത്തിന്റെ വാതിലിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ 2 വാതിൽ പൊളികൾക്കിടെ ഇത്രയും വിശാലമാണെങ്കിൽ 8 കവാടങ്ങളുള്ള സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ എന്തായിരിക്കും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്റെ നമസ്കാരത്തെ ആത്മാർത്ഥമാക്കേണ്ടത് ആ സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയാണ്. എന്റെ സകാത്ത് ആത്മാർത്ഥത നിറഞ്ഞതാക്കേണ്ടത് ആ സ്വർഗത്തെ കുറിച്ചുള്ള മോഹമാണ്. എന്റെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥത നിറഞ്ഞ പ്രവർത്തനങ്ങളാക്കി തീർക്കേണ്ടത് ആ സ്വർഗത്തെ കുറിച്ചുള്ള മോഹമാണ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളെ കുറിച്ചും ഹദീസുകളിൽ പറയുന്നുണ്ട്. ഫിൽ ജന്നതി സമാനിയതു അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഫീഹാ ബാബുൻ യുസമ്മർ റയ്യാൻ, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. അതിലൊരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാ. ലാ യദ്ഖുലുഹു ഇല്ലസ്സായിമൂൻ, നോമ്പുകാരല്ലാതെ മറ്റാരും അതിൽ കടക്കുകയില്ല. അപ്പൊ സ്വർഗത്തിന്റെ ഒരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. അതിലൂടെ കടന്നു പോകുന്നത് നോമ്പുകാരൻ. വീണ്ടും റസൂൽ പറയാം, മന്നം ഫകസ്സൗജൈനി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും 2 ഇണകളെ ചെലവഴിച്ചാൽ നൂദിയ മിൻ അബ്വാബിൽ ജന്ന, അവന് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ വെച്ച് വിളിക്കപ്പെടും. യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഹാദാ ഖൈറുൻ, ഇതാണ് നിങ്ങൾക്ക് നന്മ എന്ന് വിളിച്ചു പറയും. മനുഷ്യര് നന്മ ചെയ്യുന്ന മനുഷ്യരെ അവിടെ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് വിളിക്കുകയല്ലേ, ഈ സ്വർഗത്തിലേക്ക് കടന്നു വരൂ. ഹാദാ ഖൈർ, ഇതാണ് നന്മ, ഇതാണ് നന്മ, ഇതാണ് നന്മ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അവിടെ വെച്ച് വിളിക്കുകയല്ലേ. റസൂലുള്ള വീണ്ടും പറയുന്നു, ഫമൻ കാന മിൻ അഹ്ലിസ്വലാ, നിങ്ങൾ ആരെങ്കിലും നിസ്കാരക്കാരുടെ അഹ്ലിൽപ്പെട്ടവരാണെങ്കിൽ ദുഇയ മിൻ ബാബിസ്വലാ, അവനെ നാളെ സ്വർഗത്തിൽ നിന്ന് വിളിക്കുന്നത് നമസ്കാരത്തിന്റെ വാതിലൂടെയാണ് അവനെ വിളിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിസ്കാരക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണോ അവരെ നാളെ സ്വർഗത്തിൽ നിന്ന് വിളിക്കപ്പെടുന്ന അറിയോ? ബാബുസ്സല, നമസ്കാരക്കാർക്ക് പ്രത്യേക ഒരു വാതിലാണ്. ആ നമസ്കാരക്കാർക്ക്